ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടക്കില്ല. മോദി ഓൺലൈനായിട്ടായിരിക്കും ഉച്ചകോടിയിൽ പങ്കെടുക്കുക. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മലേഷ്യയിലേക്ക് പോകും. വ്യാപാര കരാർ ചർച്ചകൾ മുന്നോട്ട് നീങ്ങാത്ത സാഹചര്യത്തിൽ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് റിപ്പോർട്ട്. ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലൊരു കൂടിക്കാഴ്ച കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ കൂടിക്കാഴ്ച ഉണ്ടാവുകയാണെങ്കിൽ അതിനുശേഷം ട്രംപ് വീണ്ടും എന്തെങ്കിലും വാദം ഉന്നയിക്കും. അത് പിന്നീട് ബീഹാർ തിരഞ്ഞെടുപ്പിൽ NDAയെയും BJPയും പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യമാണ് വിലയിരുത്തൽ. ഈ കൂടിക്കാഴ്ച ഏതുവിധേനയും ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ബാക്കിയായാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസിയാൻ ഉച്ചകോടിയിൽ നേരിട്ട് പങ്കെടുക്കില്ല എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത്. 26-ാം തീയതി കോലാലംപൂരിലേക്ക് ട്രംപ് വരുന്നുണ്ട്. അദ്ദേഹം പിന്നീട് 27-ാം തീയതിയാണ് ജപ്പാനിലേക്ക് പോകുന്നത്. 27-ാം തീയതി ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി എത്തി. പിന്നീട് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിലും പങ്കെടുക്കുന്ന ഷെഡ്യൂളെല്ലാം തന്നെ പരിശോധിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് ഇന്ത്യയിൽ ദീപാവലിയോടനുബന്ധിച്ച് തന്നെ ഛഠ് പൂജയടക്കം നടക്കുന്നുണ്ട്. അതും ബീഹാർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് NDAയെയും BJPയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇക്കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ആസിയാൻ ഉച്ചകോടിയിൽ നിന്നും അതുപോലെ ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിൻവാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഓൺലൈനായി വെർച്വലായി പങ്കെടുക്കുകയും ചെയ്യും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഈ രണ്ട് ഉച്ചകോടികളിലും പങ്കെടുക്കുക വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിയായിരിക്കും. ഇന്ത്യ US നിന്നും കൂടുതലായി സോയാബീനും ചോളവും എല്ലാം തന്നെ ഇറക്കുമതി ചെയ്യുമെന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ആ വാർത്തയും ആ റിപ്പോർട്ടറെയും അടക്കം ആ മാധ്യമപ്രവർത്തകരെയും അടക്കം ഒന്നടങ്കം തള്ളിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാരും ഈ ഒരു ഘട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.